പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റായ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസിൻ്റെ 3ാം ഭാഗമാണ്. ഈ വീഡിയോയിൽ നമ്മൾ പേജ് 14ലെ 1ഉം 2ഉം പ്രോബ്ലംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പേജ് 14ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ പ്രൈസ് ഓഫ് 4 pens and 3 pencils ഈസ് 66 rupees. ദ പ്രൈസ് ഓഫ് 7 pens and 3 pencils ഈസ് 111 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻ? ദ പ്രൈസ് ഓഫ് എ പെൻസിൽ. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്. 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 66 രൂപയാണ്. 7 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 111 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പേനയുടെ വില എത്രയാണ്, ഒരു പെൻസിലിൻ്റെ വില എത്രയാണ്? അപ്പോൾ നമുക്കിവിടെ 2 വേരിയബിൾസ് ഉപയോഗിക്കണം. കാരണം 2 കാര്യങ്ങളുണ്ട്, പെന്നും പെൻസിലും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ പ്രൈസ് ഓഫ് എ പെൻ എന്നുള്ളതിന് എക്സ് എന്ന് കൊടുക്കുക, പ്രൈസ് ഓഫ് എ പെൻസിൽ എന്നുള്ളതിന് വൈ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 2 വേരിയബിൾസ് ആണുള്ളത്, എക്സും വൈയും. അപ്പോൾ 2 വേരിയബിൾ ഉണ്ടെങ്കിൽ നമുക്ക് 2 ഇക്വേഷൻസ് വേണം ഇത് സോൾവ് ചെയ്യാനായിട്ട്. നമുക്ക് ഒന്നാമത് തന്നേക്കുന്ന ഇതാണ്. പ്രൈസ് ഓഫ് 4 pen and 3 pencil ഈസ് 66 rupees എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് 4 പേനയുടെയും 3 പെൻസിലിൻ്റെയും വില എന്ന് പറയുന്നത് 66 രൂപയാണ്. അപ്പോൾ ഇവിടെ പെന്നിന് നമ്മൾ എക്സ് എന്നാണ് കൊടുത്തത്, പെൻസിലിന് വൈ എന്നാണ് കൊടുത്തത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് 4x + 3y = 66 ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്കിവിടെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെയും പറയാമല്ലോ. ഒരു പേനയ്ക്ക് നമ്മൾ എക്സും ഒരു പെൻസിലിന് വൈ എന്നുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? 7x + 3y = 111 ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ 4 ആണ്, ഇവിടെ 7 ആണ്. അപ്പോൾ രണ്ടും ഡിഫറൻ്റ് ആണ്. പക്ഷേ ഇവിടെ നോക്കിക്കേ, വൈയുടെ കോഎഫിഷ്യൻറ്റ് രണ്ടും ഒരേപോലെയാണ്, +3 +3. അപ്പോൾ നമുക്കിവിടെ വേരിയബിളിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ ഒരേപോലെ വന്നേക്കുന്നത് കൊണ്ട് നമുക്കിത് കുറച്ചാൽ മതി. ഈ 2 ഇക്വേഷൻസും കുറയ്ക്കുമ്പം ഈ വേരിയബിൾ അങ്ങ് പോകും. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നോക്കിയേ, 7ഉം 4ൽ നോക്കുമ്പോൾ ഇതാണ് വലുത്. അപ്പോൾ അതുപോലെ 111 66 ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ എഴുതിയേക്കുന്നതാണ് വലുത്. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ കുറയ്ക്കണം. അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ നമുക്ക് ആ രണ്ടാമത്തെ ഇക്വേഷൻ എഴുതാം. 7x + 3y = 111. ഒന്നും കൂടെ ഒന്ന് എടുത്ത് എഴുതുവാണ്. 4x + 3y = 66. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് കുറയ്ക്കാം. അപ്പോൾ 7x - 4x എന്ന് പറയുമ്പോൾ എന്ത് വരും? 3x എന്ന് വന്നു. ദെൻ 3y - 3y ചെയ്യുമ്പോൾ 0 വന്നു. ദെൻ 111ൽ നിന്ന് നമ്മൾ 66 കുറയ്ക്കുമ്പോൾ നമുക്ക് 45 എന്നും കിട്ടും. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഇതാണ് 3x = 45. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 45 / 3. അതായത് ഇവിടെ ഇൻറ്റു ആണ്, ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആകും. ഓക്കെ, 45 / 3 എന്ന് പറയുമ്പോൾ നമുക്കവിടെ 15 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി 15. ഇനി ഒന്നാമത്തെ ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? 4x + 3y = 66 അല്ലേ? അപ്പോൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കണം? 15 എന്നുള്ളത് ഇട്ട് കൊടുക്കണം. അപ്പോൾ 4x ആയതുകൊണ്ട് നമുക്കറിയാം 4 × 15 + 3y = 66 ഇങ്ങനെ എഴുതാം. ഓക്കെ, 4 × 15 എന്ന് പറയുമ്പോൾ എന്ത് വരും? 60 + 3y = 66. ദെൻ ഇനി നമ്മൾ ഈ 60 എന്നുള്ളതിനെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോവുക. 3y എന്നുള്ളത് അങ്ങനെ തന്നെ ഇട്ടേക്കുക. അപ്പം 3y = 66 - 60 = 6. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഇതാണ് 3y = 6. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് y എഴുതാം. y = 6 / 3 = 2. അപ്പോൾ ഇവിടെ നോക്കിക്കോണം, നിങ്ങൾ 3 × y ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ചിലർക്ക് ഇതൊരു ബുദ്ധിമുട്ട് വരാറുണ്ട്. 3 × ഏത് നമ്പർ ചെയ്യുമ്പോഴാണ് 6 വരുന്നത് നോക്കിയാൽ മതി. അപ്പം 3 × ഏത് നമ്പർ ചെയ്യുമ്പോഴാണ് 6 വരുന്നത്? 2. അപ്പോൾ വൈയുടെ സ്ഥാനത്ത് എന്താ വരണ്ടേ? 2. അപ്പോൾ y = 2 എന്നും കിട്ടി. അപ്പോൾ നോക്കിയാൽ നമ്മുടെ പ്രൈസ് ഓഫ് എ പെൻ എന്ന് പറയുന്നത് എന്ത് വരും? 15. പ്രൈസ് ഓഫ് എ പെൻസിൽ എന്ന് പറയുന്നതോ 2. അപ്പോൾ ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 26 cm. അനദർ റെക്ടാംഗിൾ വിത്ത് ട്വൈസ് ദ ലെങ്ത് ആൻഡ് ത്രൈസ് ദ ബ്രെഡ്ത്ത് ഹാസ് പെരിമീറ്റർ 62 cm. വാട്ട് ആർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ഫസ്റ്റ് റെക്ടാംഗിൾ? അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ 2 റെക്ടാംഗിളിൻ്റെ കാര്യം പറയുന്നുണ്ട്. ആദ്യത്തെ റെക്ടാംഗിളിൻ്റെ പെരിമീറ്റർ 26ഉം രണ്ടാമത്തെ റെക്ടാംഗിളിൻ്റെ പെരിമീറ്റർ 62 ആണ് തന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പെരിമീറ്റർ 26 ആണ്, ഈ രണ്ടാമത്തെ റെക്ടാംഗിളിൻ്റെ പെരിമീറ്റർ 62 ആണ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യനിൽ വാട്ട് ആർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ഫസ്റ്റ് റെക്ടാംഗിൾ? ഫസ്റ്റ് റെക്ടാംഗിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് റെക്ടാംഗിളിൻ്റെ ലെങ്ത്തിന് L എന്നും അതുപോലെ അതിൻ്റെ
ബ്രെഡ്ത്തിന് ബി എന്നും കൊടുക്കുക. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ലെങ്ത് ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ എൽ, ബ്രെഡ്ത്ത് ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ ബി എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തിൻ്റെയും കാര്യം നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ അനദർ റെക്റ്റാങ്കിൾ വിത്ത് ട്വൈസ് ദ ലെങ്ത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ലെങ്ത് എത്രയാണോ അതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ 2 ഇൻറ്റു എൽ, ട്വൈസ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എൽ. ദെൻ ത്രൈസ് ദ ബ്രെഡ്ത്ത്. അപ്പോൾ ഇവിടെ ബി ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ത്രൈസ് എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു ബി. അപ്പോൾ നമുക്ക് 3b എന്ന് എഴുതാം. ഓക്കെ, ഇനി പെരിമീറ്റർ ഇവിടെ 26 ആണ് തന്നേക്കുന്നത്. അപ്പോൾ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ എന്താണ്? 2 ഇൻറ്റു എൽ പ്ലസ് ബി. ഇതാണ് ഇക്വേഷൻ. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് 2 ഇൻറ്റു എൽ പ്ലസ് ബി, അതാണ് 26. അപ്പോൾ നമ്മുടെ എൽ പ്ലസ് ബി എന്തായിരിക്കും വരുന്നത്? 26ൻ്റെ പകുതി. 26 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 13. അപ്പം പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്നത് ഇങ്ങനെയാണ്. പെരിമീറ്റർ തന്നിട്ട് അടുത്ത എ ക്വസ്റ്റ്യൻ, എ ബി അങ്ങനെയാണല്ലോ ഇട്ട് തരുന്നത്. അപ്പോൾ എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയായിരിക്കും, വാട്ട് ഈസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പോൾ പെരിമീറ്റർ തന്നിട്ട് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തോളുക, അതിൻ്റെ ആൻസർ പെരിമീറ്ററിൻ്റെ പകുതിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. എൽ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 13, ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ദെൻ ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ പെരിമീറ്റർ എന്താ പറഞ്ഞേക്കുന്നത്? 62. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ലെങ്ത്ത് 12 എന്നാണ് നമ്മൾ കൊടുത്തേക്കുന്നത്, ബ്രെഡ്ത്ത് 3b എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? 12 പ്ലസ് 3b എന്ന് പറയുന്നത് 62ൻ്റെ പകുതിയായിരിക്കും. 62ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എന്ത് വരും? 31. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. 12 പ്ലസ് 3b ഈസ് ഈക്വൽ ടു 31, ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇതാണ്, എൽ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 13 എന്നും, അതുപോലെ തന്നെ 12 പ്ലസ് 3b ഈസ് ഈക്വൽ ടു 31. ഇനി ഇവിടെ നോക്കിയേ, നമ്മുടെ ഇവിടെ ഇതിൻ്റെ എല്ലിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ ഇവിടെ വന്നേക്കുന്നത്? 1, ഇവിടെ 2, രണ്ടും ഡിഫറെൻ്റ് ആണ്. ദെൻ ഇവിടെ എന്താ വന്നേക്കുന്നത്? 1, ഇവിടെ 3, രണ്ടും വേറെ വേറെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ, ഒന്നെങ്കിൽ എൽ അല്ലെങ്കിൽ ബി, അതിൻ്റെ കോയിഫിഷ്യൻ്റ് നമ്മൾ ഒരേപോലെ ആക്കുക. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ എല്ലിൻ്റെ കോയിഫിഷ്യൻ്റ് 2 അല്ലേ, ഇവിടെ 1 ആണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഒന്നാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്ക് 2l എന്ന് വരും അല്ലേ. ഇനിയിപ്പോൾ അങ്ങനെ അല്ല, നമുക്ക് ബി എ വേണമെങ്കിൽ, ബിയുടെ ആണ് കോയിഫിഷ്യൻ്റ് ഒരേപോലെ ആക്കണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3b 3l എല്ലാം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ നമ്മൾ ഈ ഒന്നാമത്തെ ഇക്വേഷനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ, അപ്പോൾ 1 ഇൻറ്റു 2 ഇങ്ങനെ എഴുതിയാൽ മതി. 1 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താകും? 2l പ്ലസ് 2b. അതായത് ഓരോന്നിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ 13 ഇൻറ്റു 2 എന്ന് പറയുന്നത് 26. ദെൻ രണ്ടാമത്തെ ഇക്വേഷന് നമ്മൾ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല, അത് അങ്ങനെ തന്നെ ഇടുക. 12 പ്ലസ് 3b ഇസ് ഈക്വൽ ടു 31. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ രണ്ട് ഇക്വേഷനായി. ഇതിൻ്റെ ഇപ്പം എല്ലിൻ്റെ കോയിഫിഷ്യൻ്റ് എന്തായി? സെയിം ആയി. അപ്പോൾ സെയിം ആണെങ്കിൽ, ഒരേപോലെ ആണെങ്കിൽ നമുക്കിതിനെ കുറച്ചാൽ മതി. ഇനി അപ്പോൾ 12 മൈനസ് 12 എന്ത് വരും? 0 വരും. ദെൻ 2b മൈനസ് 3b എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടെ മൈനസ് b എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചാലും മതി, ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷനിലോട്ട് കുറച്ചാലും മതി. ഈസ് ഈക്വൽ ടു 26 മൈനസ് 31 എന്ന് പറയുമ്പോൾ എന്ത് വരും? മൈനസ് 5. അപ്പോൾ നമുക്കിവിടെ കിട്ടിയേക്കുന്ന മൈനസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് 5, അതായത് ബി ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. മൈനസും മൈനസും ക്യാൻസലായി പോകും. അപ്പോൾ ബിയുടെ വാല്യൂ എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രെഡ്ത്ത് കിട്ടി 5 ആണ്. ഇനി ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മുടെ എൽ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 13. അതിൽ നമ്മുടെ ബിയുടെ വാല്യൂ എന്തിട്ട് കൊടുക്കുക? 5 ഇട്ട് കൊടുക്കുക. അപ്പോൾ എൽ പ്ലസ് 5 ഈസ് ഈക്വൽ ടു 13. ഇതിൻ്റെ അർത്ഥം എന്താ? അതായത് 5ൻ്റെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 13 കിട്ടും. അപ്പോൾ അതേതാണെന്ന് ഓർത്താൽ മതി. അപ്പോൾ എൽ ഈസ് ഈക്വൽ ടു, നമ്മളത് എഴുതുന്നത് ഇങ്ങനെയാണ്, 13 മൈനസ് 5. എൽ ഈസ് ഈക്വൽ ടു 13 മൈനസ് 5, അതായത് 8. അപ്പോൾ 8 പ്ലസ് 5 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 13 കിട്ടുന്നത്. നമുക്കിവിടെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ലെങ്ത് എത്രയാണ് വരുന്നേക്കുന്നത്? 8 ആണ്, ബ്രെഡ്ത്ത് 5 ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.